മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാത്തമഹം വന്ദേ പരമാനന്ദമാധവം. ഇന്ന് സഹസ്രനാമത്തിലെ 48-ാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം പറയാം. ഈ ശ്ലോകം: യജ്ഞ ഇജ്യോ മഹേജ്യശ്ച ക്രതുഃസത്രം സതാം ഗതി സർവദർശി വിമുക്താത്മാ സർവജ്ഞോ ജ്ഞാനമുത്തമം. യജ്ഞ എന്ന് ആദ്യത്തെ നാമധേയം. യജ്ഞ ഇജ്യ മഹേജ്യ ച ക്രതുഃ സത്രം സതാം ഗതി സർവദർശി വിമുക്താത്മാ സർവജ്ഞ ജ്ഞാനം ഉത്തമം എന്നാണ് പദമുറിക്കുക. അതായത് വേറെ വേറെ അറിയുമ്പോഴല്ലേ വേറെ വേറെ നാമങ്ങൾ അറിയുള്ളൂ. അപ്പം അത് യജ്ഞ എന്ന് വിസർഗത്തോട് കൂടിയിട്ടാണ് പേര്. യജ്ഞ, യജ്ഞം. യജ്ഞം ഭഗവാൻ തന്നെയാണ്, യജ്ഞസ്വരൂപനാണ് ഭഗവാൻ എന്നാണ്. അതായത് ഈ വരാഹമൂർത്തിയായിട്ട് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടല്ലോ ഈ ഭൂമിയെ പാതാളത്തിൽ നിന്ന് കൊണ്ടുവരാനായിട്ട്. അപ്പം അവിടെ ഉള്ളതായിട്ടുള്ള ആ നരസിംഹ മൂർത്തി അല്ല വരാഹമൂർത്തിയെ യജ്ഞസ്വരൂപനായിട്ടാണ് പറയണത്. ആ യജ്ഞസ്വരൂപനായിട്ടാണ് ഭഗവാൻ അവതരിച്ചത് എന്നാണ്. അപ്പം യജ്ഞം ഭഗവാന്റെ സ്വരൂപം തന്നെയാണ് എന്നാണ് പറയണത്. അപ്പോൾ യജ്ഞ എന്നുള്ളതായിട്ടുള്ള ഭഗവാന്റെ സ്വരൂപം തന്നെയാണ് യജ്ഞം എന്നുള്ളത് കൊണ്ട് യജ്ഞ എന്നുള്ളതായിട്ടുള്ള നാമധേയം. ഇനി സർവയജ്ഞ സ്വരൂപത്വാത് യജ്ഞ, എല്ലാ യജ്ഞങ്ങളുടെയും സ്വരൂപം, എല്ലാ സ്വരൂപങ്ങളും എല്ലാ യജ്ഞങ്ങളും ഭഗവാൻ തന്നെയാണ്, ഭഗവാന്റെ സ്വരൂപം തന്നെയാണ് എല്ലാ യജ്ഞങ്ങളും എന്നതുകൊണ്ട് യജ്ഞ എന്നുള്ളതായിട്ടുള്ള നാമധേയം ഭഗവാന്. സർവേഷാം ദേവാനാം തുഷ്ടികാരക യജ്ഞാകാരേണ പ്രവർത്തതേ ഇതി വാ. അതല്ലെങ്കിൽ മറ്റൊരർത്ഥം പറയണു: സർവേഷാം ദേവാനാം, എല്ലാ ദേവന്മാർക്കും തുഷ്ടിയെ, സന്തോഷത്തെ ഉണ്ടാക്കുന്നതാണ്. അതായത് യാഗത്തിൽ ഭഗവാനെ ഉദ്ദേശിച്ച് ചെയ്യുന്നതായിട്ടുള്ള എല്ലാ യാഗങ്ങളിലും എല്ലാ ദേവതകൾക്കും തൃപ്തി വരണു. എന്താ വെച്ചാൽ അവർക്കൊക്കെ അതിൻ്റെ ഭാഗങ്ങൾ, യജ്ഞഭാഗം അനുഭവിക്കാനായിട്ട് കിട്ടുന്നുണ്ട്. അപ്പം എല്ലാ ദേവതകൾക്കും കിട്ടും. അപ്പം അതുകൊണ്ട് സർവേഷാം ദേവാനാം, എല്ലാ ദേവകൾക്കും തുഷ്ടിയെ, സന്തോഷത്തെ ഉണ്ടാക്കുന്നു എന്നതുകൊണ്ട് തുഷ്ടികാരക യജ്ഞാകാരേണ പ്രവർത്തതേ, അത് യജ്ഞസ്വരൂപമായിട്ടാണ് ഭഗവാൻ അങ്ങനെ പ്രവർത്തിക്കുന്നത്. എല്ലാവർക്കും ദേവതകൾക്കും സന്തോഷമുണ്ടാക്കുന്നത് യജ്ഞസ്വരൂപനായിട്ട് ഭഗവാൻ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് എന്ന്. അതുകൊണ്ട് യജ്ഞ എന്നുള്ളതായിട്ടുള്ള നാമധേയം ഭഗവാന്. അടുത്തത് ഇജ്യ. മറ്റത് യജ്ഞസ്വരൂപം ആണ് ഭഗവാൻ എന്ന് പറഞ്ഞു. യജ്ഞസ്വരൂപനാണ് ഭഗവാൻ എന്നാണ് ഈ ആദ്യം പറഞ്ഞത്, യജ്ഞ എന്നുള്ളതായിട്ട് നാമധേയം കൊണ്ട് പറഞ്ഞത്. ഇനി ഇജ്യ. ഇജ്യ എന്ന് വെച്ചാൽ യജിക്കപ്പെടുന്നവൻ. ആരെ ഉദ്ദേശിച്ചാണോ യാഗം ചെയ്യുന്നത് അവൻ ഇജ്യ. ആർക്കു വേണ്ടി യാഗം ചെയ്യുന്നുവോ അവൻ ഇജ്യ എന്ന്. യജിക്കപ്പെടുന്നവൻ എന്നാണ് ഇജ്യ എന്നുള്ളതിന് അർത്ഥം. ഇജ്യ, യജിക്കപ്പെടുന്നവൻ, അത് ഭഗവാൻ തന്നെയാണ്. യജ്ഞരൂപിയും ഭഗവാനാണ്, യജിക്കപ്പെടുന്നതും ഭഗവാനാണ് എന്നുള്ളതാണ് അപ്പോൾ വരണത്. യജ്ഞസ്വരൂപനാണ് ഭഗവാൻ എന്നുള്ളത് കൊണ്ട് യജ്ഞ എന്നുള്ള നാമധേയം, യജിക്കപ്പെടുന്നത് ഭഗവാനാണ് എന്നുള്ളത് കൊണ്ട് ഇജ്യ എന്നുള്ളതായിട്ടുള്ള നാമധേയം എന്നാണ്. ഇജ്യ യഷ്ടവ്യ അഭി അയമേവ ഇതി. യഷ്ടവ്യ അഭി, യഷ്ടവ്യനായിട്ടുള്ളത്, ആരെയാണോ യാഗം, ആരെ ഉദ്ദേശിച്ചാണോ യാഗം ചെയ്യുന്നത് അദ്ദേഹം, അതും ഭഗവാൻ തന്നെയാണ്. യഷ്ടവ്യ അഭി അയമേവ, ഇദ്ദേഹം തന്നെയാണ്. അതായത് യജ്ഞസ്വരൂപനായ ഭഗവാനെ തന്നെയാണ് യജ്ഞം കൊണ്ട് യജിക്കുന്നതും യാഗം ചെയ്യുന്നത് ഭഗവാനെ ഉദ്ദേശിച്ചാണ്. അപ്പം അതുകൊണ്ട് അയമേവ ഇതി, ഇദ്ദേഹം തന്നെയാണ് എന്നതുകൊണ്ട് യജിക്കപ്പെടുന്നതും അദ്ദേഹം തന്നെയാണ്, ഭഗവാൻ തന്നെയാണ് എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തിന് ഇജ്യ എന്നുള്ളതായിട്ടുള്ള നാമധേയം. വിഷ്ണുവിനെ തന്നെയാണ് മഹം കൊണ്ട് യാഗങ്ങളെ കൊണ്ട് യജിക്കുന്നത് എന്നുള്ളതിന് ശ്രുതിയും പ്രമാണമായിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഇനി അടുത്തത് മഹേജ്യ. മഹേജ്യ, മഹത്തായിട്ടുള്ള സർവാസു ദേവതാസു യഷ്ടവ്യാസു, എല്ലാ ദേവതകളെയും യാഗം ചെയ്യുന്നുണ്ട്. അതിൽ പ്രകർഷേണ ഏറ്റവും പ്രകർഷമായിട്ട് ശക്തമായിട്ടുള്ള യഷ്ടവ്യനായിട്ടുള്ളത് ഭഗവാനാണ് എന്നാണ്. പല ദേവതകളെയും യജിക്കുന്നുണ്ട്, പല ദേവതകളെയും ഉദ്ദേശിച്ച്
യാഗം ചെയ്യുന്നുണ്ട് എങ്കിലും അതിൽ ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ള യജിക്കപ്പെടുന്നവൻ ഭഗവാൻ തന്നെയാണ്, സാക്ഷാൽ ഭഗവാൻ തന്നെയാണ് എന്നുള്ളത് കൊണ്ട് ഭഗവാന് മഹേജ്യ, മഹാനായിട്ടുള്ള ഇജ്യൻ എന്നുള്ളത് ഏറ്റവും വലിയതായി യാഗം ചെയ്യപ്പെടേണ്ടവൻ, ഏറ്റവും പ്രധാനമായി യാഗം ചെയ്യപ്പെടേണ്ടവൻ ഭഗവാൻ തന്നെയാണ് എന്നുള്ളത് കൊണ്ട് മഹേജ്യ എന്നുള്ളതായിട്ടുള്ള നാമധേയം. അത് കഴിഞ്ഞിട്ട് ക്രതുഹു, അപ്പോൾ യാഗം എന്ന് പറഞ്ഞു. ഇനി ക്രതു ആയിട്ടുള്ളതും ഭഗവാൻ തന്നെയാണ്. ക്രതുഹു എന്നുള്ളത് യാഗം തന്നെയാണ്. അതിൽ യാഗം ആണ് എങ്കിലും രൂപസഹിത യജ്ഞ ക്രതുഹു. എന്തിനാണ് സ്വതേ ക്രതു എന്ന് പറയണത് എന്ന് വെച്ചാൽ രൂപം, അതായത് പശുവിനെ ബന്ധിക്കാനുള്ളതായിട്ടുള്ള രൂപം, ആ രൂപം ഏതൊരു യജ്ഞത്തിലാണോ ഉള്ളത് അതിനെയാണ് ക്രതു എന്ന് പറയുന്നത്. എല്ലാ യജ്ഞങ്ങളെയും യജ്ഞമെന്ന് ക്രതു എന്ന് പറയില്ല. അതായത് ഇപ്പോൾ ജപയജ്ഞം എന്നൊക്കെ ഉണ്ട്. ജപയജ്ഞം എന്ന് പറഞ്ഞാൽ ജപിക്കുക, ഭഗവാന്റെ നാമങ്ങൾ ജപിക്കുക, അത് തന്നെയാണ് ആ യജ്ഞം എന്നുള്ളതാണ്. അപ്പം അങ്ങനെ പല തരത്തിലുള്ളതായിട്ടുള്ള യജ്ഞങ്ങളുണ്ട്. അപ്പം അതിൽ പലതരത്തിലുള്ളതായിട്ടുള്ള യജ്ഞങ്ങളും ഉള്ളപ്പോൾ രൂപം ഉള്ള യജ്ഞത്തെ, അതായത് പശുവിനെ യജ്ഞപുരുഷനായിട്ട് പശുവിനെ സങ്കല്പിച്ച് ആ യജ്ഞപശുവിനെ ഹോമിക്കുന്നതായിട്ടുള്ള ആ യജ്ഞത്തിനാണ് ക്രതു എന്ന് പറയണത്. അതായത് രൂപം ആയിട്ടുള്ള രൂപം ഉണ്ടാവുക, പശുവും ഉണ്ടാവുക. അപ്പോൾ രൂപം ഉണ്ടാവുന്നത് പശുവിനെ കെട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെ രൂപത്തോടു കൂടിയതായിട്ടുള്ള യജ്ഞത്തെ ആണ് ക്രതു എന്ന് പറയുന്നത്. അപ്പോൾ യജ്ഞമൊക്കെ ഭഗവാൻ തന്നെയാണെന്ന് വെച്ചാൽ ക്രതുവും ഭഗവാൻ തന്നെ. ആ ക്രതു എന്നുള്ളതും യജ്ഞം തന്നെയാണ്. അതിൽ ഈ രൂപത്തോടു കൂടിയിട്ടുള്ളത് തന്നെയാണ് ക്രതു എന്ന് പറയണത്. അപ്പം അതും ഭഗവാൻ തന്നെയാണ്. ക്രതു എന്നുള്ളതും ഭഗവാൻ തന്നെയാണ്. എന്താണെന്ന് വെച്ചാൽ യജ്ഞം എന്നുള്ളത് ഭഗവാനാണ്. അപ്പം ഈ ക്രതു എന്നുള്ളതും യജ്ഞവിശേഷം തന്നെയാണ്. രൂപത്തോടു കൂടിയതായിട്ടുള്ള യജ്ഞത്തിനെ ക്രതു എന്ന് പറയുന്നു എന്ന് പറഞ്ഞു. അപ്പം രൂപത്തോടു കൂടിയിട്ടുള്ള യജ്ഞം എന്ന് പറഞ്ഞാൽ ഭഗവാൻ തന്നെ ആയതുകൊണ്ട് യജ്ഞം നിങ്ങളൊക്കെ ഭഗവാൻ തന്നെയാണ്. അപ്പം അതുകൊണ്ട് ഈ രൂപത്തോടു കൂടിയതായിട്ടുള്ള യജ്ഞവും ഭഗവാൻ തന്നെയാണ്. അപ്പോൾ ഭഗവാന്റെ നാമധേയം തന്നെയാണ് മഹായജ്ഞ എന്നുള്ളത് എന്നാണ്. അടുത്തത് സത്രം. സത്രം എന്നുള്ളത് ഒന്നും കൂടി വലിയതായിട്ടുള്ള യാഗത്തിനെയാണ് സത്രം എന്ന് പറയുക. അതായത് യജ്ഞം, ക്രതു, സത്രം ഒന്നും കൂടി കേമായിട്ടുള്ളതാണ് സത്രം എന്നുള്ളത് കൊണ്ട് സത്രം. അപ്പം അതിന് സത്രം എന്നാണ് പേര് പറയണത്. അതും യാഗവിശേഷം തന്നെ ആയതുകൊണ്ട് ഭഗവാന്റെ നാമധേയം തന്നെയാണ്. സത്രം എന്നുള്ളതും ഭഗവാന്റെ നാമധേയാണ്. മൂന്നും യജ്ഞം എന്നുള്ളതും ക്രതു എന്നുള്ളതും സത്രം എന്നുള്ളതും യജ്ഞവിശേഷങ്ങളാണ്. മൂന്നും യജ്ഞവിശേഷങ്ങൾ തന്നെയാണ്. അതിൽ ക്രതു എന്നുള്ളതായിട്ടുള്ള യാഗവിശേഷം കൊണ്ട് യാഗപശുവിനെ പോലെ രൂപങ്ങൾ ഉള്ളതിനെയാണ്, രൂപങ്ങൾ ഉള്ളതിനെ തന്നെയാണ്. അപ്പം യജ്ഞത്തിൽ ഹോമം അനുഷ്ഠിക്കുന്നുണ്ട്, പശുക്കളെ ഹോമിക്കുന്നുണ്ട് എന്നുള്ളതായിട്ടുള്ള അങ്ങനെയുള്ളതായിട്ടുള്ള യജ്ഞങ്ങളെ ക്രതു എന്ന് പറയുന്നു. ഇനി സത്രം എന്ന് പറഞ്ഞാലോ, സത്രം എന്ന് പറയണത് ആസത്യുപൈതി ചോദനാ ലക്ഷണം സത്രം എന്നാണ്. സതസ്ത്രായതേ ഇതിവാ. അതായത് ഈ സത്രം എന്ന് പറയുന്നത് സാധാരണയായിട്ട് ഈ അതിൽ നമ്മളിപ്പോൾ ഈ ഭാഗവതമൊക്കെ വായിക്കുമ്പോൾ അതിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ സത്രം നടന്നുകൊണ്ടിരിക്കുകയാണ്, മഹാസത്രം, ഒരു വലിയ സത്രം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവിടെ ആ സത്രത്തിൻ്റെ പൂജാദികൾ ഇല്ലാത്തതായിട്ടുള്ള സമയത്ത് അനവധി മഹർഷിമാരും വിദ്വാൻമാരും ഒക്കെ കൂടിയിട്ട് ഏതെങ്കിലും സൂതനെ കൊണ്ട് കഥ പറയിക്കണതായിട്ടാണ് പറയുക. അപ്പോൾ പുരാണ കഥകൾ പറയുക, ചർച്ച ചെയ്യുക, അങ്ങനെയൊക്കെ ഉള്ളതായിട്ടുള്ള യാഗത്തിനാണ്, യജ്ഞത്തിനാണ് സത്രം എന്ന് പറയുക. അതിൽ സത്രത്തിൽ ഈ പൂജകാദി കർമ്മങ്ങൾ മാത്രമല്ല, അതിൽ ഒഴിവുള്ളതായിട്ടുള്ള സമയത്ത് എല്ലാവരും കൂടി ഇരുന്ന് ഇങ്ങനെയുള്ളതായിട്ടുള്ള പുരാണ കഥകളെക്കുറിച്ചൊക്കെ പറഞ്ഞ് ചർച്ച ചെയ്യുക എന്നുള്ളതായിട്ടുള്ള സമ്പ്രദായമുണ്ട്. അതിനെയാണ്, അങ്ങനെയുള്ളതിനെയാണ് സത്രമെന്ന് പറയുന്നത്. അങ്ങനെയുള്ള യാഗത്തിനെ സത്രമെന്ന് പറയുന്നു എന്നാണ്. അപ്പോൾ സത്രം ആസക്തിവൈധി ചോദനാലക്ഷണം. അതായത് ആസക്തിവൈധി എന്നുള്ളത് സജ്ജനങ്ങളെ ഒന്നിച്ചു ചേർന്നിട്ടുള്ളതായിട്ടുള്ള ഇതിനെയാണ് പറയണത്. പുരാണ കഥനം തുടങ്ങിയതിനെയാണ് പറയണത്. അപ്പോൾ അങ്ങനെയുള്ളതായിട്ടുള്ള ഒന്നിച്ചുകൂടി അതിഥികൾ ആശയവിനിമയം നടത്തുന്ന യജ്ഞമാണ് സത്രം എന്നാണ്.
പുരാണകഥകളൊക്കെ പറഞ്ഞ് അങ്ങനെ അന്യോന്യം അറിവ് പകരുന്നതായിട്ടുള്ള ഒരു യജ്ഞത്തിനെയാണ് സത്രമെന്ന് പറയുന്നത്. അപ്പോൾ ഭഗവാൻ തന്നെ സത്രം അല്ല, ഭഗവാൻ തന്നെയാണ് സത്രം, യജ്ഞസ്വരൂപനല്ലേ ഭഗവാൻ. അപ്പോൾ സത്രസ്വരൂപനുമാണ് ഭഗവാൻ എന്നാണ്. അതല്ലെങ്കിൽ ഒരു വ്യാഖ്യാനം കൂടി പറയുന്നു. ആഹത്യുപൈതി ചോദനാലക്ഷണം സത്രം സതസ്ത്രായതേ ഇതിവാ. സതഹ ത്രായതേ ഇതിവ. സതഹ എന്നുള്ളത് ദ്വിതീയ ബഹുവചനാണ്. സജ്ജനങ്ങളെ സംരക്ഷിക്കുന്നു, രക്ഷിക്കുന്നു എന്നതുകൊണ്ട് ഭഗവാൻ സജ്ജനങ്ങളെ രക്ഷിക്കുന്നു എന്നുള്ളത് കൊണ്ട് ഭഗവാന് സത്രം എന്നുള്ളതായിട്ടുള്ള പേര്. സതഹ ത്രായതേ ഇതി, സജ്ജനങ്ങളെ രക്ഷിക്കുന്നു എന്നതുകൊണ്ട് സത്രം എന്ന് ഭഗവാന് നാമധേയം കിട്ടി. സജ്ജനങ്ങളെ ഭഗവാനാണ് രക്ഷിക്കുന്നത് അതുകൊണ്ട്. ഇനി സതാം ഗതിഹി എന്ന അടുത്ത നാമം. സതാം മുമുക്ഷൂണാം നാന്യാഗതിരിതി സതാം ഗതിഹി. സജ്ജനങ്ങൾക്ക് സതാം, സജ്ജനങ്ങൾക്ക് ഒരേ ഗതിയേ ഉള്ളൂ. ഏതാണത്? ഭഗവാൻ ആണ് അവരുടെ ഗതി. ഭഗവാന്റെ സമീപത്തേക്കാണ് അവര് സജ്ജനങ്ങൾ പോകുന്നത്. അപ്പം അതുകൊണ്ട് ആ സജ്ജനങ്ങൾ പോകുന്നത് ഭഗവാനിലേക്കാണ് എന്നതുകൊണ്ട് ഭഗവാന് സതാം ഗതിഹി എന്ന് നാമധേയം എന്ന്. അപ്പോൾ ഭഗവാന്റെ ഭഗവത് സന്നിധിയിലേക്ക് ആദ്യം തന്നെ പ്രതിഷ്ഠിച്ചിട്ടുള്ളതായ ആ ഭഗവത് സാന്നിധ്യത്തിലേക്ക്, സാന്നിധ്യം ആണ് സജ്ജനങ്ങളുടെ ഗതിയായിട്ടുള്ളത് എന്നുള്ളത് കൊണ്ട് സദാം ഗതി എന്ന് ഭഗവാന് നാമധേയം. സജ്ജനങ്ങളുടെ ഗതിയായിട്ടുള്ളത് കൊണ്ട് ഭഗവാന് സദാം ഗതി എന്ന് നാമധേയം. അടുത്ത് സർവദർശി. എല്ലാ പ്രാണികളുടെയും കൃതങ്ങളും അകൃതങ്ങളും അവരെന്തൊക്കെ ചെയ്യുന്നുണ്ട് എന്നുള്ളതും എന്തൊക്കെ ചെയ്യാതിരിക്കുന്നു എന്നുള്ളതും സ്വാഭാവികമായിട്ടുള്ള ബോധം കൊണ്ട് തന്നെ അറിയുന്നു. പ്രത്യേകിച്ചൊരു ജ്ഞാനമൊന്നും പ്രമാണമൊന്നും ആവശ്യമില്ല. അവർക്കല്ലാതെ കണ്ട് തന്നെ സ്വാഭാവികേന ജ്ഞാനേന, സ്വാഭാവികമായിട്ടുള്ള ആ ബോധം കൊണ്ട് തന്നെ അറിയുന്നു എല്ലാവരും എന്താണ് ചെയ്തത് എന്നും എന്താണ് ചെയ്യാതിരിക്കുന്നത് എന്നും ഉള്ള വിവരം അല്ലാതെ കണ്ട് തന്നെ സിദ്ധിക്കും എന്നുള്ളത് കൊണ്ട് സർവദർശി, എല്ലാറ്റിനെയും ദർശിക്കുന്നവൻ, സ്വാഭാവികമായി തന്നെ എല്ലാ പ്രജകളെയും ചെയ്യുന്നതും ചെയ്യാതിരിക്കുന്നതുമായിട്ടുള്ള എല്ലാം ദർശിക്കുന്നു എന്നുള്ളത് കൊണ്ട് സർവദർശി എന്നുള്ളതായിട്ടുള്ള നാമധേയം. വിമുക്താത്മാ. സ്വഭാവേന വിമുക്ത ആത്മാ യസ്യ ഇതി. യസ്യ ഇതി. സ്വാഭാവികമായും വിമുക്തമായിട്ടുള്ള യാതൊരു ബന്ധവും ഇല്ലാത്തതായിട്ടുള്ള ആത്മാവ് ആർക്കാണോ ഉള്ളത് അവൻ വിമുക്താത്മാ, വിമുക്തമായ ആത്മാവോട് കൂടിയവൻ. ആർക്കാണോ, ആരുടെ ആത്മാവാണോ വിമുക്തമായിട്ടുള്ളത് അവൻ വിമുക്താത്മാ എന്ന് നാമധേയം. അവന് വിമുക്താത്മാ എന്നുള്ളതായിട്ടുള്ള നാമധേയം. എങ്ങനെയാണ് വിമുക്താത്മാവായി തീരുന്നത്? സ്വാഭാവികേന. നമ്മൾ ആദ്യം പ്രത്യേകിച്ച് ഉണ്ടാക്കുകയൊന്നുമല്ല, സ്വാഭാവികമായിട്ട് തന്നെ ആ എല്ലാം അറിയാനുള്ളതായിട്ടുള്ള ശക്തി ഉണ്ട് ഭഗവാന് എന്നുള്ളത് കൊണ്ട് വിമുക്താത്മാവ് എന്ന് ഭഗവാനെ പറയുന്നു. അടുത്തത് സർവജ്ഞ. സർവശ്ചാസൗ ജ്ഞശ്ചേതി സർവജ്ഞ എന്നാണ് വ്യാഖ്യാനം പറയുന്നത്. സർവശ്ചാസൗ ജ്ഞശ്ച, സർവജ്ഞനുമാണ് അതേസമയം ജ്ഞാനവാനുമാണ് എന്നതുകൊണ്ട് സർവജ്ഞ എന്ന്. അതാണ് ഇതവിടെ വിശേഷിച്ച് പറഞ്ഞത്. ഇത് സർവം സർവശ്ച അസൗ ജ്ഞശ്ച സർവജ്ഞ എന്ന്. സർവവുമാണ്, എല്ലാം ആണ്. അദ്ദേഹം തന്നെയാണ് പ്രപഞ്ചം മുഴുവനും, പ്രപഞ്ചത്തിനെ മുഴുവൻ അറിയുകയും ചെയ്യുന്നു അദ്ദേഹം എന്നുള്ളത് കൊണ്ട് സർവജ്ഞ എന്ന്. സർവവുമാണ് ജ്ഞ എന്ന്. ജ്ഞൻ ആണ് സർവം, എല്ലാം, വിശ്വം മുഴുവൻ ഭഗവാൻ തന്നെയാണ്. വിശ്വത്തെ മുഴുവൻ അറിയുന്നവനും ഭഗവാൻ തന്നെയാണ്. ഇനി അടുത്തത് ജ്ഞാനമുത്തമം. ജ്ഞാനം ഉത്തമം ഈ ഏതത് വിശേഷണമേകം നാമ. ഒറ്റ നാമധേയമായിട്ടാണ്. ഏത്? ജ്ഞാനമുത്തമം എന്ന്. ജ്ഞാനം എന്നും ഉത്തമം എന്നും രണ്ട് നാമധേയമല്ല. ജ്ഞാനമുത്തമം എന്ന് ഒറ്റ നാമധേയമാണ് എന്ന് ആദ്യം തന്നെ പറഞ്ഞു. ഇനി അതിൻ്റെ അർത്ഥം. ഉത്തമമായിട്ടുള്ള ജ്ഞാനം എന്ന് പറയുമ്പോൾ എന്താണ് ഈ ഉത്തമമായിട്ടുള്ള ജ്ഞാനം എന്ന് പറയുമ്പോൾ? ജ്ഞാനം പ്രകൃഷ്ടം അജന്യം അനവച്ച്. ജ്ഞാനം പ്രകൃഷ്ടം, ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത്. അജന്യം, ജനനം ഇല്ലാത്തത്. ജ്ഞാനത്തിന് പ്രത്യേകിച്ചൊരു ജനനമില്ല. ആ ഭഗവാനോട് ചേർന്ന്
സ്ഥിരമായിട്ടുള്ളതാണ് ഏത് ജ്ഞാനം. ആ ജ്ഞാനത്തെ നേരിട്ട് ഭഗവാന് അറിയുന്നതായിട്ടുള്ള അനുഭവവേദ്യം ആണ്. അപ്പോൾ ഭഗവാൻ തന്നെയാണ് ജ്ഞാനം എന്ന് സാരം. അനുഭവം കൊണ്ടേ അറിയാൻ സാധിക്കുള്ളൂ. അതല്ലാതെ കണ്ടൊരു വേറൊരു ജ്ഞാനത്തിൻ്റെ വിഷയമായിട്ട് തീരണില്ല ജ്ഞാനം എന്നുള്ളതാണ്. ഉത്തമമായിട്ടുള്ള ജ്ഞാനം എന്ന് പറയുമ്പോഴോ അത് അജന്യമായിട്ടുള്ളത്, ജനിക്കാൻ ഒന്നുകൊണ്ടും പുതിയതായിട്ടുണ്ടാവണതല്ല, അവിടെ സ്വതവേ ഉള്ളതാണ്. അങ്ങനെയുള്ളതായിട്ടുള്ള ജ്ഞാനം പ്രകൃഷ്ടം, ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ജ്ഞാനമാണ്. അജന്യം, ജനിക്കാത്തതാണ്, അത് പുതിയതായിട്ടുണ്ടാവുകയല്ല, അതിനെ പ്രകടമാക്കുക മാത്രമാണ് ചെയ്യുന്നത് എന്നാണ്. അനവച്ഛിന്ന പ്രകൃഷ്ടം അജന്യം, അനവച്ഛിന്നം, അവച്ഛേദനം ഇല്ലാത്തത്. അതായത് ഒരു ലിമിറ്റേഷൻ ഇല്ലാത്തത് എന്ന് പറഞ്ഞാൽ കറുത്ത മനുഷ്യർ എന്ന് പറയുമ്പോൾ ആ കറുപ്പ് എന്നുള്ളത് അങ്ങനെയുള്ളതായിട്ടുള്ള വംശജരെ മനുഷ്യരെ ഒന്നിച്ചുള്ളതിൽ നിന്ന് വേർതിരിച്ച് കാണിക്കുകയാണ് കറുത്തത് എന്നുള്ളത്, അല്ലേ? അപ്പം അതുമാതിരി ജ്ഞാനം ഉത്തമമായിട്ടുള്ള ജ്ഞാനം എന്ന് പറയുമ്പോൾ ഉത്തമം എന്നുള്ളത് ജ്ഞാനത്തിനെ എല്ലാ ജ്ഞാനങ്ങളിൽ നിന്നും ഈ ജ്ഞാനത്തെ, ഭഗവത് സ്വരൂപമായിട്ടുള്ള ജ്ഞാനത്തെ വേർതിരിച്ച് കാണിക്കുന്നു എന്നാണ്. പ്രകൃഷ്ടം അജന്യം അനവച്ഛിന്നം, ലിമിറ്റേഷൻ ഇല്ലാത്തത്. അവച്ഛിന്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നിനോടും ലിമിറ്റേഷൻ വരാത്തതായിട്ടുള്ള ജ്ഞാനത്തിനെയാണ് അവിടെ ഉത്തമജ്ഞാനം എന്ന് പറയുന്നത്. സർവസ്യ സാധകതമമിതി, എല്ലാറ്റിനെയും സാധിപ്പിക്കുന്നതും ഭഗവാൻ തന്നെയാണ് എന്നതുകൊണ്ടും ഭഗവാന് ജ്ഞാനമുത്തമം എന്നുള്ളതായിട്ടുള്ള നാമധേയം വന്നു. ജ്ഞാനമുത്തമം ബ്രഹ്മ, ഉത്തമമായിട്ടുള്ള ജ്ഞാനമാണ് ബ്രഹ്മം എന്ന് ശ്രുതിയും പറയുന്നുണ്ട് എന്ന്. യജ്ഞ ഇജ്യോ മഹേജ്യശ്ച ഋതുസത്രം സതാം ഗതി സർവദർശി വിമുക്താത്മാ സർവജ്ഞോ ജ്ഞാനമുത്തമം.